സാറേ ഏതിൻ്റെയാണ് ചെയ്യാൻ പറഞ്ഞത്? ലാസ്റ്റ് നീ ഇപ്പൊ ചെയ്തു എന്ന് പറഞ്ഞില്ലേ അത്? ഒന്നിന്റെ കിട്ടിയിട്ടില്ല. ഇൻഡിജർ ആണോ ആൻസർ? ഉണ്ട്. ഇതല്ലേ ഒന്നാമത്തത്? കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീനിൽ? പ്രൊഡക്റ്റ് ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് ഇററാഷണൽ നമ്പർ. ഒരു റാഷണൽ നമ്പറും ഒരു ഇററാഷണൽ നമ്പറും ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. ഒരു റാഷണൽ നമ്പറും ഒരു ഇററാഷണൽ നമ്പറും ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എന്താ ഇയാളുടെ അഭിപ്രായത്തിൽ എന്താ കിട്ടുക? ഇൻഡിജർ ആണോ? ഒരു ഉദാഹരണം പറയും, അങ്ങനെ കിട്ടുന്ന ഒരു ഉദാഹരണം. റാഷണൽ നമ്പറും ഇററാഷണൽ നമ്പറും ഗുണിച്ചാൽ ഇൻഡിജർ കിട്ടുന്ന ഒരു ഉദാഹരണം. അങ്ങനെ ഉദാഹരണം അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇയാൾ ഇൻഡിജർ എന്ന് ഉത്തരം പറയാ? അല്ല, അതെനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചതാണ്. അങ്ങനത്തെ ആൻസറുകളില്ല മാത്സിൽ കേട്ടോ. അങ്ങനത്തെ ആൻസറുകളില്ല. അപ്പം അത് നന്നായിട്ട് നോക്കണം. അപ്പം റാഷണലും കിട്ടാം, ഇറാഷണലും കിട്ടാം. ഉദാഹരണം വെച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര എക്സ്റ്റെൻഡിൽ പോകും. അല്ലാതെ ഗസ്സിങ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ. നമ്മൾ അതിൽ ചെയ്യാൻ ഇപ്പോൾ റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. ഒരു റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. ഇപ്പോൾ 5/2 ഒരു റാഷണൽ നമ്പർ, അല്ലെങ്കിൽ 5 ഒരു റാഷണൽ നമ്പറാണ്. 5/2 റാഷണൽ നമ്പർ. ഇനി ഒരു ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ പറയോ? ഒരു ഇറാഷണൽ നമ്പറിന് ഉദാഹരണം പറ. √3. അപ്പോൾ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 5√3/2. ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ? ഇറാഷണൽ ആണ്. കാരണം √3 ഉണ്ട് അല്ലേ? √3ൻ്റെ പ്രസൻസ് ഉണ്ട്. സോ അപ്പോൾ തന്നെ ഇറാഷണൽ നമ്പർ ഓൺലി എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മളെ മൈൻഡ് പോവും അല്ലേ? അതൊക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ്. നമുക്ക് അറിയുന്ന കാര്യം വെച്ച് നമ്മൾ മാക്സിമം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ള, അല്ലാതെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ വീഴാന്നല്ല. മനസ്സിലായില്ലേ? പിന്നെ ആലോചിച്ച് നോക്കുക, ഒരു റാഷണൽ കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെ ആണ് നമ്മളെ ഇങ്ങനൊരു ഇത് തോന്നി കഴിഞ്ഞാൽ 0 × √3 പറഞ്ഞാൽ 0 ആണ്. അപ്പം എന്താണ് 0 ഈസ് എ റാഷണൽ നമ്പർ അല്ലേ? റാഷണൽ നമ്പറിന് വേറെ അപ്പം ഉണ്ടോ ഒരു റാഷണലും ഇറാഷണലും ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു റാഷണൽ കിട്ടുന്നുണ്ട്. അപ്പം ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ എന്നാണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ? ഓക്കെ. അതിൽ സെക്ഷന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഹെഡിങ് എഴുതിക്കോളൂ. ഈ ഒരു ഇത് മാർക്ക് ചെയ്തോളൂ. എന്നിട്ട് അതിൽ ആൻസർ 1 സെക്ഷനെ 1 ആൻസർ എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെക്കുക. വായിച്ചുകൊണ്ട് എഴുതണേ. വായിച്ചുകൊണ്ട് എഴുതോ? ഹലോ? അടുത്ത് ഓക്കെ. ഒന്ന് ആൻസർ ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഉദാഹരണങ്ങൾ ഇനിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം √8 അല്ലേ? ഇപ്പം ഇങ്ങനെ വരാം.
ദ പ്രൊഡക്റ്റ് ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് എൻ ഇറാഷണൽ നമ്പർ അല്ലേ? ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും എഴുതി വെച്ചോ? ആൻസർ എഴുതിയോ? യെസ്. അപ്പം അതിന് ഈ 2 ഉദാഹരണം എഴുതിക്കോളൂ. 5 ഇൻറ്റു റൂട്ട് 3 5/2 എന്നൊന്നും എഴുതണ്ട. 5 തന്നെ എന്താണ് ഒരു റാഷണൽ നമ്പറിന് കുറച്ച് ഉദാഹരണം പറഞ്ഞേ നീ. റാഷണലിന് കുറച്ച് ഉദാഹരണം പെട്ടെന്ന്. 5, 7 5, 7 നോർമൽ. അതായത് നോർമൽ ഇൻറ്റീജേഴ്സ് ഒക്കെ എന്താണ് റാഷണൽ നമ്പേഴ്സ് ആണ്. -7 -5 കണ്ടോ? ഓക്കെ. സാധാരണ ഇൻറ്റീജേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡെസിമൽ വരാത്ത സംഖ്യകളൊക്കെ, അതൊക്കെ എന്താ റാഷണൽ നമ്പറാണ്. മനസ്സിലാവുണ്ടോ? ഇനി ഡെസിമൽ യെസ്. വരുന്ന സംഖ്യ എന്താണ്? ഇതിൻ്റെ ഇടയിലുള്ള ഡെസിമൽ വരുന്ന സംഖ്യ 5.2 7 -7.5 ഡെസിമൽ വരുന്ന സംഖ്യ എന്താണ്? റാഷണൽ നമ്പറാണ്. ഓക്കെ. പറയുന്നത് ക്ലിയർ ഉണ്ടോ? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്ന മാത്രമല്ല റാഷണൽ നമ്പർ. അത് മനസ്സിലാക്കണം. ഫ്രാക്ഷൻ രൂപത്തിൽ അതിനെ എഴുതാൻ പറ്റും. അതിനൊക്കെ നമുക്ക് A/B ഫോമിൽ എഴുതാൻ പറ്റും. 2 ഇൻറ്റീജേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ -5 -5 നമുക്ക് -5/1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അതൊരു -5 ഒരു റാഷണൽ നമ്പറാണ്. -7.5 നമുക്ക് -75/10 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 ഇൻറ്റിജറിൻ്റെ റേഷ്യോ ആയിട്ട് എഴുതി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. അപ്പോൾ ആ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതൊക്കെ റാഷണൽ നമ്പറാണ്. അതായത് ശരിക്കും റാഷണൽ നമ്പർ അല്ലാത്തത് ഏതാന്ന് നമുക്ക് പെട്ടെന്ന് കാരണം എല്ലാ ഇൻറ്റിജറും അതിൻ്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പറും ഒക്കെ എന്താണ് റാഷണൽ നമ്പറാണ്. പിന്നെ ആവാത്തത് ആര് മാത്രമല്ല, റാഷണൽ നമ്പർ ആവാത്ത ആര് മാത്രമാണ്? ഇപ്പം അത് ഡെസിമൽ നമ്പർ അവസാനിക്കാതെ വരുന്ന ഡെസിമൽ നമ്പർ ഉണ്ടല്ലോ. ഏത്? 5.222 ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ? 5.2222 അങ്ങനെ പോണ റാഷണൽ ആണോ ഇറാഷണൽ ആണോ? ഇറാഷണലാ. അത് റാഷണൽ ആണ്. കാരണം 9ാം ക്ലാസ്സിൽ ഇതും A/B ഫോമിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവും. 5.2222 പറഞ്ഞ് പോകുന്ന ഈ ഒരു നമ്പറിനെയും അങ്ങനെ ഡെസിമൽ, അതായത് ഇത്ര ഇൻഫിനിറ്റ് ആയിട്ട് പോണ ഈ നമ്പറിനെ A/B ഫോമിൽ എഴുതാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടത്? ഓർമ്മയുണ്ടോ? പെട്ടെന്ന് പറയൂ. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറഞ്ഞോളൂ. 5.222222 എന്ന് പറയുന്ന സാധനത്തിനെ A/B ഫോമിൽ എഴുതാൻ അറിയോ? ഇല്ല, ഓർമ്മയില്ല. അത് 9ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സ് ഇസ് ഈക്വൽ ടു എന്താ 5.222 അങ്ങനെ ഇടുക. ഓക്കെ. അതായത് 5.2 ഡാഷ്. ഓക്കെ അല്ലേ? 2 ഡാഷ് ഇട്ടാൽ 2 ഇങ്ങനെ ആവർത്തിച്ച് പോവുക എന്നുള്ള അർത്ഥം. അപ്പോൾ 10x എന്ന് പറഞ്ഞാൽ എന്താവും? 52.2 ഡാഷ് വരും. മനസ്സിലാവുണ്ടോ? ഇനി 10x മൈനസ് 10x - എന്താണ്? 52.2 ഡാഷ് മൈനസ് 5.2 ഡാഷ്. ആ പോയിന്റിന് ശേഷം 2 ഡാഷ് വരുന്നത് ഇല്ലാണ്ടാവും. അപ്പോൾ 52 - 5 എത്രയാണ്? 52 - 5 പറഞ്ഞാൽ 47 ആണ്. അപ്പോൾ 47 കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ 9x = 47, x = 47/9 കണ്ടോ? അപ്പോൾ x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 5.2 ഡാഷ് ആണ്. 5.2 ഡാഷ് നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 47/9 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ ഡെസിമൽ നമ്പർ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ഇൻഫിനിറ്റ് ആയാലും പോലും കുഴപ്പമില്ല. പക്ഷേ ദർ ഈസ് എ പർട്ടിക്കുലർ നമ്പർ, ഒരു ഡെസിമൽ നമ്പർ നോൺ റിപ്പീറ്റിംഗ് നോൺ റിക്കറിങ് ആയിട്ടുള്ള നമ്പർ ഉണ്ട്. 2, 3, 1 അത് എവിടെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ട്. അത് എന്തിൽ പെടുന്നതാണ്? പറ. അതെന്തിൽ പെടുന്നതാണ്? അത് റെയർ ആയിട്ടല്ലേ നമ്മൾ ഒക്വർ ചെയ്യുള്ളൂ. അതെന്തിൽ പെടുന്നതാണ്? ഇറാഷണൽ നമ്പറാണ്. ബാക്കി നമ്മൾ നോൺ ആയിട്ടുള്ള എല്ലാ നമ്പറും എന്തിൽ പെടുന്നതാണ്? റാഷണൽ നമ്പറാണ്. ഇറാഷണൽ നമ്പറിൽ വരുന്ന ഇങ്ങനത്തെ റെയർ ആയിട്ട് തന്നെ അത് തന്നെ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് 5.20 200 2000 ഇങ്ങനെ പോകുന്നൊരു നമ്പറാണെന്ന് വിചാരിക്കുക. ഇത് റിപ്പീറ്റിംഗ് ഡെസിമൽ ആണോ? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ? റിക്കർ ചെയ്യുന്നുണ്ടോ?
നമ്മൾ വിചാരിക്കും റിക്കർ ചെയ്യുന്നുണ്ടെന്ന്. ഇല്ല. പക്ഷേ ഇവിടെ എന്താ ഒരേപോലെ ഒരു സാധനം റിക്കർ ചെയ്യുന്നു. ഇവിടെ 20 ആണെങ്കിൽ അടുത്ത് 200 ആണ്. പിന്നെ 2000 ഒരു സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതും എന്തിന് ഉദാഹരണമാണ്? ഇർറാഷണൽ നമ്പറിന് ഉദാഹരണമാണ്. പെട്ടെന്ന് കണ്ടാൽ റിപ്പീറ്റ് ചെയ്യും തോന്നും. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഇല്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? യെസ്. 20 2 കഴിഞ്ഞാൽ പിന്നെ 2222 വരികയാണെങ്കിൽ കുഴപ്പമില്ല. 20 പറഞ്ഞാൽ 20 വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല. 20 പിന്നെ 200 വരും. പിന്നെ 200 പിന്നെ 00 അങ്ങനെ വേറൊരു ഗ്രോത്ത് ആണ് അതിന്. അതും എന്തിലുള്ള പെടുന്നതാണ്? ഇറാഷണലിൽ പെടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഏത് നമ്പറിൻ്റെയും റൂട്ട് അതെന്തിൽ പെടുന്നതാണ്? ഇറാഷണൽ നമ്പറിൽ പെടുന്നതാണ്. പിന്നെ ഫേമസ് ആയിട്ടുള്ള അതായത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിനെ അതിന്റെ ഡയാമീറ്റർ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇറാഷണൽ ഉണ്ട്. അത് ഫേമസ് ആയിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പർ ആണ്. മനസ്സിലാവുണ്ടോ? യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇറാഷണൽ നമ്പറിന് ഇത് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. മറ്റേതൊക്കെ റാഷണൽ നമ്പറിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ അതിൽ ഒരു റാഷണൽ നമ്പർ എന്തെടുത്തു? 5 എടുത്തു. പിന്നെ ഒരു √3 എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? 5√3 കിട്ടി. അപ്പോൾ ഇറാഷണൽ നമ്പറാണ് ആൻസർ കിട്ടിയത്. പിന്നെ 0 എടുത്തു. √3 എടുത്തു. 0 എടുത്തു. അപ്പോൾ റാഷണൽ നമ്പറാണ് ഉത്തരം കിട്ടിയത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ഉദാഹരണമായിട്ട് എഴുതി വെച്ചാൽ മതി. ഈ 2 സാധനം ഉദാഹരണമായിട്ട് എഴുതി വെച്ചാൽ മതി. ഈ ആൻസർ എഴുതാനുള്ള ഉദാഹരണം. ഐഡിയ ക്ലിയർ ആണോ? യെസ്. ഇനി 2 ഇർറാഷണൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്താ കിട്ടുക? 2 ഇർറാഷണൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് വെറുതെ ഒന്ന് ചെയ്തു നോക്കൂ. 2 ഇർറാഷണൽ നമ്പറിന്റെ പ്രൊഡക്റ്റിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇഷ്ടപ്പെട്ട 2 ഇർറാഷണൽ നമ്പർ എടുക്കുക, ഗുണിച്ചു നോക്കുക. എന്നിട്ട് 3 റാഷണലും into ഇറാഷണലും ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. √3 into √3. √3 into √3 എന്താ? 3. 3 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ റാഷണൽ കിട്ടുന്നുണ്ട്. പിന്നെയോ √3 into √5 ചെയ്താൽ എന്താ കിട്ടുക? √15. അത് ഇറാഷണൽ. അപ്പോൾ അതും റാഷണലും ഇറാഷണലും കിട്ടാം. അതും ഇതേ ഉത്തരമാണ് കിട്ടുക അല്ലേ? ഒരു 2 ഇറാഷണൽ നമ്പർ ഗുണിച്ചു കഴിഞ്ഞാലും ഇതേ ആൻസർ ആണ് കിട്ടുക. അതൊന്ന് നോട്ട് ചെയ്തേക്ക്. ദ പ്രൊഡക്റ്റ് ഓഫ് എ ഇറാഷണൽ ആൻഡ് റാഷണൽ നമ്പർ ഈസ് ആൾസോ. അപ്പോൾ അത് ഒരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകളൊക്കെ എഴുതുന്നത് നല്ല കേട്ടോ. ഒരു നോട്ടിൽ നിന്നൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. മാക്സിമം പോയിന്റ്സ് പരീക്ഷയ്ക്ക് ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഇറാഷണൽ നമ്പറിൻ്റെ ഒരു ഇറാഷണൽ നമ്പർ പ്രൊഡക്റ്റ് ഓഫ് 2 ഇറാഷണൽ നമ്പർ ഈസ് ആൾസോ സെയിം ആൻസർ. ഓക്കെ. ഓക്കെ. ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ. അപ്പം അത് മൈൻഡിൽ ഉണ്ടാവുന്നത് നന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദ ഗിവൺ ഫിഗർ graph of the polynomial f of x is shown. The number of zeros of polynomial. f of x 2. എങ്ങനെ മനസ്സിലായി? എങ്ങനെയാണ് നമ്പർ ഓഫ് X സീറോസ് ഗ്രാഫിൽ കണ്ടെത്താൻ പറ്റുക? അത് മാത്രം പറഞ്ഞാൽ മതി. എക്സ് ആക്സിസിൽ എത്ര ലൈന് എക്സ് ആക്സിസിൽ എത്ര ഇതിൽ ടച്ച് ചെയ്യുന്നുണ്ട്? അത്രേ ഉള്ളൂ. അതായത് നമ്പർ ഓഫ് സീറോസ് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ദ ഗ്രാഫ് കട്ട് ദ എക്സ് ആക്സിസ് അല്ലേ? അതൊരു ജസ്റ്റ് ഓർമ്മിക്കാൻ വേണമെങ്കിൽ വെറുതെ എഴുതി വെച്ചോളൂ. രണ്ടാമത്തേൻ്റെ ഒരു ഉത്തരത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈംസ് ദ ഗ്രാഫ് കട്ട് ദ എക്സ് ആക്സിസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട് അല്ലേ? എക്സ് ആക്സിന് 2 വട്ടം കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അതായത് ആ പോളിനോമിയൽ എപ്പോഴാണ് ഫോർ എക്സാമ്പിൾ 2x+3 എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. ആ പോളിനോമിയലിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ y കോർഡിനേറ്റിലുള്ള ആൻസർ അത് 0 ആവുന്നത് എപ്പോഴാണ് ചോദിക്കുന്നത്. അതാണ് ഒരു അപ്പം ഉണ്ടാവുന്ന എക്സിൻ്റെ വാല്യൂ ആണ് എന്ത്? 0 ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈക്വൽ ടു 0 ഇട്ടിട്ട് എക്സ് സോൾവ് ചെയ്യുകയാണ്. 0 പോളിനോമിയൽ ഒരു പോളിനോമിയൽ തരും. എന്നിട്ട് അതിൻ്റെ സീറോസ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈക്വൽ ടു 0 ഇട്ടിട്ട് എക്സ് സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ എപ്പോഴാണ് അതിൻ്റെ ഔട്ട്പുട്ട് ആ പോളിനോമിയലിൻ്റെ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആവുക എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. അതാണ്. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക? സീറോസ് ആയിട്ട് എഴുതുക അല്ലേ? അറിയാലോ. ഇനി അടുത്ത് മൂന്നാമത്തെ ചോദ്യം.
മൂന്നാമത്തെ ചോദ്യം എന്താ ആൻസർ വരുന്നത്? In the given figure, graph of two linear equations are shown. The pair of these linear equation is. സാർ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനാകെ ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ വെച്ച് നിർത്തിയത്. ആ എന്നാ ചെയ്തിട്ട് നീ ഒരു സോൾവ് ചെയ്തോ. സോൾവ് ചെയ്തിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പോവാം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണ്ട, 3 എഴുതിയിട്ട് സോൾവ് ചെയ്ത് നോക്കൂ, എന്നിട്ട് ഉത്തരം പറയും, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പോവാം. കൺസിസ്റ്റന്റ് സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റന്റ് സൊല്യൂഷൻ്റെ ഒക്കെ തിയറി പഠിച്ചില്ലേ? യെസ്. എന്താ ഈ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇൻകൺസിസ്റ്റന്റ് എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ പറ. ഏതാ ചാപ്റ്റർ ഓർമ്മ ഉണ്ടോ? ക്വാഡ്രാറ്റിക്സ് അല്ലേ? ക്വാഡ്രാറ്റിക്സ്. സാർ ഒരു സെക്കൻഡ്, ചാർജർ നിർത്തട്ടെ. പെട്ടെന്ന്. സമ്മറിയിൽ പറയുന്നില്ല അല്ലേ കൺസിസ്റ്റന്റും ഇൻകൺസിസ്റ്റന്റും? ക്വാഡ്രാറ്റിക്സിലല്ലല്ലോ അത് വരുന്നത്. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട് നിങ്ങൾക്ക്, അതിലല്ലേ വരുന്നത്? ക്വാഡ്രാറ്റിക്സിലല്ല. എന്നാ പറഞ്ഞിട്ടുണ്ടോ എന്തായിരുന്നു കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റന്റും? കൺസിസ്റ്റന്റിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇൻകൺസിസ്റ്റന്റിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ കേസിൽ എന്താ വരുന്നത്? പിന്നെ അത് മാത്രമല്ലല്ലോ, അവിടെ വേറെ പോയിന്റുകളുണ്ടല്ലോ. കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലേ? കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂഷൻ ഉണ്ട്, മെനി സൊല്യൂഷൻസ് ആണ് എന്നുള്ളതാണ്. അത് എപ്പോഴാണ്, ഏത് കേസിലാണ് ഓപ്ഷൻ എ വരിക? കോയിൻസിഡന്റ് ആവുമ്പോൾ. കോയിൻസിഡൻസ് വരുമ്പോഴാണ്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുമ്പോഴാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. കൺസിസ്റ്റന്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് വരിക? കൺസിസ്റ്റന്റ് വിത്ത് യൂണിക് സൊല്യൂഷൻ. ഒറ്റ സൊല്യൂഷൻ, യുണീക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതെപ്പോ?
അത് രണ്ട് ലൈന് ക്രോസ് ചെയ്യുമ്പോൾ, അതായത് രണ്ട് ലൈന് ഡിഫറെൻറ്റ് സ്ലോപ്പ് ആണെങ്കിൽ അത് ക്രോസ് ചെയ്യുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? ഇൻകൺസിസ്റ്റൻ്റ് എന്നുള്ള വാക്ക്, ഒരു മിനിറ്റ്, ഇതൊന്നും കേട്ടോ, അതാണ് അമർത്തു. ഇൻകൺസിസ്റ്റൻ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ലീനിയർ ഇക്വേഷൻ്റെ ഇതിൽ ആ വാക്ക് ശരിക്കും നോക്കണം. എന്തുകൊണ്ടാണ് ഇൻകൺസിസ്റ്റൻ്റ് എന്നുള്ള വാക്ക് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ. എന്തുകൊണ്ടാണ് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്? ഒരു സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട്. ഒറ്റ സൊല്യൂഷൻ ഇല്ലാത്തതിനൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആണോ പഠിച്ചത്? നോ സൊല്യൂഷൻ. ഒരു മിനിറ്റ്. ഒറ്റ മിനിറ്റ് കേട്ടോണേ. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് അല്ലേ? ഇൻകൺസിസ്റ്റൻ്റ് എന്താ? ഇൻ ദ കേസ് ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റൻ്റ് എപ്പോഴാണ്? ഇഫ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ, രണ്ട് ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുണ്ട് ലീനിയർ ഇക്വേഷന്, ദെൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ ക്യാൻ റൈസ്. A1 A2 നോട്ട് ഈക്വൽ ടു B1 by B2. A1 by A2 B1 by B2 C1 by B2. In this case the pair of linear equation is dependent and consistent. അത് ഏതാ കേസ്? ഈ കൺസിസ്റ്റൻ്റ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ എപ്പോഴാണ് ഈ കേസ് വരല്? ഈ A1 by A2 B1 by B2 C1 by C2 കോയിൻസിഡൻസ് വരുമ്പോഴല്ലേ? കോയിൻസിഡൻസ് വരുന്ന കേസിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് എന്നുള്ള വാക്കാണ്. പിന്നെ ഡിപ്പെൻഡൻ്റ് എന്നാ വായിക്കുക അല്ലേ? കൺസിസ്റ്റൻറ്റും ആണ് ഡിപ്പെൻഡൻ്റ് എന്നുള്ള ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തതോ ഇത് നോട്ട് C1 by C2, അതെന്തായിരുന്നു? ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താ A1 by A2 B1 by B2 ഒക്കെ ഓക്കെ. പക്ഷേ പാരലൽ ലൈൻസ് അല്ലേ? പാരലൽ ലൈൻസ് ആണെങ്കിൽ അത് നമ്മൾ ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ പാരലൽ ലൈൻസ് ആണ് വരുന്നതെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ A1 by A2 നോട്ട് ഈക്വൽ ടു, ഇനി എന്താ കാണിക്കുന്നത്? അതൊന്നും ഇവിടെ ഫിറ്റ് ചെയ്യും. ഒരു മിനിറ്റ് മോനെ. ഓക്കെ, പറഞ്ഞെന്താ? അപ്പൊ ഈ കൺസിസ്റ്റന്റ് എന്നുള്ള വാക്ക് എന്തുകൊണ്ടാ പറയുന്നത് ശരിക്കും? കൺസിസ്റ്റന്റ് മറ്റേതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് നമുക്ക് A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 അതെന്തായിരുന്നു? അതിൻ്റെ കേസ് വരുന്നത്? യൂണീക്ക് സൊല്യൂഷൻ അല്ലേ? ഒരു യൂണീക്ക് ഇന്റർസെക്റ്റ് ചെയ്യുന്ന കേസ് അല്ലേ?
intersect ചെയ്യുന്നത്? ഇന്റർസെക്റ്റ് ചെയ്യുന്ന കേസ് സ്ലോപ്പ് ഡിഫറൻ്റ് ആണെന്നാണ് പറയുക അല്ലേ? സ്ലോപ്പ് ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ തന്നെ എന്താണ് സ്ലോപ്പ് ഡിഫറൻ്റ് ആകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി കൂട്ടിമുട്ടും. ഇങ്ങനെ തന്നെ ചിത്രം വരണം എന്നില്ല. ഇങ്ങനെയൊക്കെ ആയാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിമുട്ടും അല്ലേ? അപ്പോൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ ഒരു ലെറ്റർ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അത് എപ്പോഴാണ് വരിക? ക്രോസ് ചെയ്യുമ്പോഴാണ് അല്ലേ? പക്ഷെ Yes, yes. കൺസിസ്റ്റൻ്റ് എന്ന വാക്ക് നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു? കൺസിസ്റ്റൻ്റ് എന്നുള്ള വാക്ക് ഇത് അവിടെ വരുന്നുണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് വായിച്ചേ. ഗ്രാഫിക്കൽ മെത്തേഡ്. If the line intersects at a point, then that point is the unique solution of the two equations. In this case, the pair of equations is consistent. ഓക്കെ. അടുത്തത്. If the lines coincide, then there are infinitely many solutions, each point on the line being a solution. In this case, the pair of equations is dependent, consistent. ഡിപ്പെൻഡൻറ്റ് കൺസിസ്റ്റൻ്റ് അതായത് ടച്ച് ചെയ്താൽ മതി അല്ലേ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷെ അത് സൊല്യൂഷൻ ഒരുപാടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡൻറ്റ് കൺസിസ്റ്റൻ്റ് ആണ്. യൂണിക് സൊല്യൂഷൻ ആണെങ്കിൽ അതെന്താണ്? വെറും കൺസിസ്റ്റൻ്റ് ആണ് അല്ലേ? പിന്നെ ഇഫ് ലൈൻസ് ആർ പാരലൽ then their pair of equation has no solution. In this case pair of equation is inconsistent. No solution ആണ് എങ്കിൽ മാത്രമാണ് അത് ഇൻകൺസിസ്റ്റൻ്റ് വരുന്നത് അല്ലേ? Yes. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചോദ്യത്തിൽ കൺസിസ്റ്റൻ്റ് വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അതെപ്പോഴേ വരുള്ളൂ? കൺസിസ്റ്റൻ്റ് വിത്ത് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ എപ്പോഴേ വരുള്ളൂ? കോയിൻസിഡൻസ് വരുമ്പോൾ മാത്രം. അപ്പോൾ ചിത്രം തരികയാണെങ്കിൽ ഇങ്ങനെ വരിക. ഇക്വേഷൻ തരികയാണെങ്കിൽ എങ്ങനെ വരിക? കോയിൻസിഡൻസിൻ്റെ ഇക്വേഷൻ A1/A2 = B1/B2 = C1/C2. അങ്ങനെ വരികയാണെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ ഈ ചിത്രം ഇതിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്താണ്? എ ആണ് ഉത്തരം വരിക. ഇനി സി നോക്കുക. കൺസിസ്റ്റൻ്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ അതെപ്പോഴേ വരുള്ളൂ? അത് ഇങ്ങനെ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്ലോപ്പോ വരും അല്ലേ? അത് ശരിക്കും ഇതാണെന്ന് തോന്നുന്നു. ഇൻകൺസിസ്റ്റൻ്റ് ബട്ട് ക്യാൻ ബി മെയ്ഡ് കൺസിസ്റ്റൻ്റ് ബൈ എക്സ്റ്റെൻഡിങ് ദീസ് ലൈൻസ്. അതെന്താ വെച്ചാൽ ഇങ്ങനെ ടച്ച് ചെയ്യാതെ വരികയാണെങ്കിൽ ക്യാൻ ബി മെയ്ഡ് കൺസിസ്റ്റൻ്റ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ആവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈ എക്സ്റ്റെൻഡിങ് ദീസ് ലൈൻസ് അങ്ങനെ ഉണ്ടാവും അല്ലേ? അതെന്താ സംഭവം? കൺസിസ്റ്റൻ്റ് അതെപ്പോഴേ വരുള്ളൂ? അത് ലൈനല്ല, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ലൈൻ സെഗ്മെൻറ്റ് വരാമല്ലോ, അതാണ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് അത് ഇവിടെ ലൈൻ എന്ന് പറയുമ്പോൾ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതാണ്. അതിനെ പിന്നെ വേറെ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യം, അത് ഓൾറെഡി ഇങ്ങനെ ഉണ്ട്, നമുക്ക് അറിയാം. അതിനെ കുറിച്ച് ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആയിട്ട്. ലൈൻ സെഗ്മെൻറ്റ് ഇൻഫിനിറ്റ് ആയിട്ട് പോകണില്ല. ഇതിപ്പോൾ ലൈൻ സെഗ്മെൻ്റ് അല്ല, ഏരോ മാർക്ക് കണ്ടില്ലേ, ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി എക്സ്റ്റെൻഡഡ് ആണ്. നമുക്ക് വരയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ വരച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഓൾറെഡി എക്സ്റ്റെൻഡഡ് ആണത്, ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡഡ് ആണ്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടും. പറയുന്നത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഏതാവും? ഇത് ഈ ഉദാഹരണം, അതായത് ഈ കൺസിസ്റ്റൻ്റ് വിത്ത് യുണീക്ക് സൊല്യൂഷനിൽ ഇങ്ങനെ ചിത്രം വരാം, അല്ലെങ്കിൽ ഏരോ മാർക്ക് ഇട്ടിട്ട് എങ്ങനെ ചിത്രം വരാം? ഇങ്ങനെ ചിത്രം വരാം. അതായത് ഡിഫറൻറ്റ് സ്ലോപ്പ് ആയാൽ മതി, 2 വ്യത്യസ്ത ചെരിവായാൽ മതി. ഓക്കെ അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? A1/A2 ≠ B1/B2. നേരത്തെ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത, അത് പാരലൽ ആകുമ്പോൾ മാത്രം അല്ലേ? അത് എപ്പോഴാണ്? A1/A2 = B1/B2 ≠ C1/C2 അല്ലേ?
പാരലൽ ആയിട്ടുള്ള കേസ് മാത്രം. നല്ല ഐഡിയ നമുക്ക് മൈൻഡിലുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? കൺസിസ്റ്റൻറ്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ ആണ് വരിക അല്ലേ? ഓക്കെ അല്ലേ? ഇത് തെറ്റിപ്പോകരുത് യെസ്. കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്താൽ കൺസിസ്റ്റൻ്റ് ആവും തെറ്റിപ്പോകരുത്. എക്സ്റ്റെൻഡ് ചെയ്യുക എപ്പോഴേ വേണ്ടിയുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യം ലൈൻ സെഗ്മെൻറ്റ് വരുമ്പോഴാണ്. ഇത് ലൈൻ സെഗ്മെൻറ്റ്സ് അല്ല. ഇത് ഞാനിപ്പോൾ ചെയ്തത് എക്സ്റ്റൻഷൻ അല്ല. എന്താണ്? അത് ഓൾറെഡി അവിടെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് വരയ്ക്കാത്തതെന്നുള്ളൂ. അത് ഓൾറെഡി എക്സ്റ്റെൻഡഡ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? 4th ക്വസ്റ്റ്യൻ പറ. ഒന്ന് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പോയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊണ്ട് -b പ്ലസ് ഓർ മൈനസ് എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഫാക്ടറൈസ് അല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എക്സിനെ കോമൺ എടുക്കുക. ഏ എക്സ് കോമൺ എടുക്കുക. എക്സ് കോമൺ എടുക്കണ്ട. എക്സ് കോമൺ എടുക്കണമെങ്കിൽ എക്സ് ഉണ്ട്. അതായത് എന്തോ കാണാതെ പഠിച്ചിട്ടുണ്ട് എക്സിനെ കോമൺ എടുക്കുക എന്നുള്ള വാക്കൊക്കെ. എക്സ് ഇവിടെ നിനക്ക് കോമൺ എടുക്കാൻ 2 എക്സ് കാണണ്ട അവിടെ. ഇല്ല. ആ എക്സ് സ്ക്വയർ മൈനസ് 2 അത് ഞാൻ പറഞ്ഞേ. അതായത് സി ഇല്ലാത്ത കേസിൽ എക്സിനെ കോമൺ എടുക്കാൻ അവിടെ 2 എക്സ് ഉണ്ടാവും എന്തായാലും. സി മാത്രമേ ഇല്ലെങ്കിലുള്ളൂ ഇല്ലാത്ത കേസിൽ. ഇനി ബി ആണില്ലെങ്കിൽ അവിടെ എക്സ് ഉണ്ടാവില്ല. എക്സിനെ കോമൺ എടുക്കണമല്ലോ. പക്ഷേ എക്സ് ഒറ്റക്കാക്കി സോൾവ് ചെയ്യാൻ പറ്റും. എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയ്ക്കാക്കിയിട്ട് സോൾവ് ചെയ്യാം. എന്തായാലും ഒറ്റയ്ക്കാക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് പറയാം. ഒറ്റയ്ക്കാക്കുക എന്നുള്ളതിന് എന്തായാലും ഇംഗ്ലീഷ് പറയാം. എക്സിനെ ഒരു സൈഡിൽ കൊണ്ടാണ്. അല്ല ഒരു സൈഡിൽ കൊണ്ടുപോകുന്നില്ല. അതിനെ ഒറ്റയ്ക്കാക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ് വാക്ക്? ഒറ്റയ്ക്ക് എന്നുള്ളതിന് എലോൺ അല്ലേ? അല്ലേ? ഒറ്റയ്ക്ക് അങ്ങനെ ആ വാക്കല്ലേ ഉപയോഗിക്കുക. അതിനൊരു മാത്തമാറ്റിക്കലി ഒരു വാക്ക് തന്നെ ഉണ്ട്. എനിവേ എക്സിനെ ഒറ്റയ്ക്ക് ഒരു ഇക്വേഷൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒറ്റയ്ക്കാക്കുക. ബാക്കിയുള്ളതിനെ അങ്ങോട്ട് സോൾവ് ചെയ്യുമ്പോൾ അതാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. എക്സ് വേറെ ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്കത് നോക്കാം. ഐസൊലേറ്റ് ചെയ്യാമെന്ന വാക്യം കേട്ടോ. ഐസൊലേറ്റ് ചെയ്യുക. എക്സിനെ അതിന് ടെക്നിക്കൽ ടൈമാണ്. ഐസൊലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുക. അങ്ങനെയാണ് ലീനിയർ ഇക്വേഷനൊക്കെ നമ്മൾ സോൾവ് ചെയ്യല്. കമ്പൈൻ ചെയ്ത് ലൈക്ക് ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുക എക്സിനെ. അതേപോലെ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനും സോൾവ് ഐസൊലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √25 എന്ന് കിട്ടും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 5 ഓർ എക്സ് ഇസ് ഈക്വൽ ടു -5. 2 സൊല്യൂഷനാണ് ഉണ്ടാവുക. അപ്പോൾ ബി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്ര സ്റ്റെപ്പ് ചിന്തിക്കാനേ നമുക്ക് ഉള്ളൂ. അത് ഐഡിയ ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചെയ്ത് നോക്കിയിട്ട് ഉത്തരം പറ. ഇനി a p equal to d equal to -7, n equal to 7, a n equal to 4, then a is a എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം അല്ലേ? A1 ആണ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ A1 അല്ലെങ്കിൽ എ ഫസ്റ്റ് ടേം എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം എന്താണെന്നാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് കാണാമല്ലോ അല്ലേ? കണ്ടിട്ട് ആൻസർ പറ. കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആണോ? A equal to 28 അല്ലേ? അറിയാലോ എങ്ങനെയാ ചെയ്തേ?
an equal to a plus or minus n 1 d minus 1 into d. an is equal to a plus a plus n minus 1 into d എന്ന് എഴുതാം. അതിൽ d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ for an is n എന്താ, എന്നിൻ്റെ പൊസിഷൻ, എന്നിൻ്റെ ശരിക്കും മീനിങ് എന്താ, പൊസിഷൻ ഓഫ് ദ ടേം ആണ് അല്ലേ. അപ്പോൾ പൊസിഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിൻ്റെ മീനിങ് എന്താ, ടേം അറ്റ് ദ at the nth പൊസിഷൻ, nth ടേം അറ്റ് ദ nth പൊസിഷൻ. അതാണ്, അത് 4 ആണ് അല്ലേ. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ ബേസിക് ആൾജിബ്രിക് ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് സൈൻ തീറ്റ കോസ് തീറ്റ ആൻഡ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈസ്. 2 പോയിന്റ് ആണ്, അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് സോൾവ് ചെയ്തെടുത്തു നോക്കിയേ. root 2 ആണോ? root 2 റൂട്ട് 2 ആ, റൂട്ട് 2 കറക്റ്റാണ്. ഇങ്ങനെ ചെയ്യാന്ന് ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ആ ഓക്കെ. അപ്പം സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് ഇങ്ങനെ ഏതെങ്കിലും സംഭവം തന്നു കഴിഞ്ഞാൽ അപ്പോഴന്നെ x2 x1 y1 അതായത് ഫസ്റ്റ് പോയിന്റ് ഏതെങ്കിലും 1 സഫിക്സ് വരികയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അത് ഇഷ്ടമുള്ളത് ഏതെങ്കിലും എടുക്കുക. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇഷ്ടമുള്ളത് ഏതെങ്കിലും എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എടുത്തു, കോസ് തീറ്റ എന്ന് എടുത്തു. അതേപോലെ x2 y2 സെക്കൻഡ് പോയിന്റ് സഫിക്സ് 2 ആയിട്ട് കൊടുക്കുമ്പോൾ സെക്കൻഡ് പോയിന്റ് ആയിട്ട് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മാതിരി x2 മൈനസ് x1 അല്ലേ, അതെങ്ങനെയാണ് ഫോർമുല പഠിച്ചത് അതുപോലെ അത് സോൾവ് ചെയ്യുക. നമുക്ക് ഏതൊക്കെ ലെങ്ത് അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എന്ന് പറഞ്ഞ് എങ്ങനെ എഴുതാം നമുക്ക്. റൂട്ട് ഓഫ് അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി ആണെങ്കിൽ അതിനെ ഡി സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ അതെന്താ വരിക, റൂട്ട് ഒഴിവാക്കി എഴുതാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമുല വരിക, എങ്ങനെ പഠിച്ചു വെച്ച ഫോർമുല പറഞ്ഞോളൂ പെട്ടെന്ന്. root x2 minus x1 whole square. x2 മൈനസ് x1 റൂട്ട് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് എഴുതണമെന്ന് പറയണമെന്നില്ല. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 minus y1 whole square. y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? ഇത് ശരിയാണോ? പെട്ടെന്ന് പറ, ഇത് ശരിയാണോ?
എന്താ ശരിയാവാൻ കാരണം? x2 മൈനസ് x1 ആണോ x1 മൈനസ് x2? അല്ല. പിന്നെ എങ്ങനെ ഇത് ശരിയാവുക? സാറേ ഇത് ചോദിച്ചേ. ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ ഇതിന്? ഞാൻ എന്തെങ്കിലും നോക്ക്. x2 മൈനസ് x1 ആദ്യം x1 മൈനസ് x2 ഹോൾ സ്ക്വയർ ആണ്. അല്ല, ഇതിൽ ഏതാ ശരി? ഫസ്റ്റത്താണോ സെക്കൻഡത്താണോ? ഫസ്റ്റത്തെ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ ആണോ ശരി? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ തെറ്റാണോ? അത് എന്തുകൊണ്ടാ തെറ്റെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാ തെറ്റെന്ന് പറയാൻ കാരണം? ഒരുപക്ഷെ ഇങ്ങനെ നിനക്ക് ചിന്തിക്കുക, x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആവും? എന്തിന് ഈക്വൽ ആവുമോ? x1 മൈനസ് x2 ഈക്വൽ ആവുമോ? ഈക്വൽ ആവുമോ? ഒരു നമ്പറിൽ നിന്ന് ഒരു അല്ല. നമ്പർ കുറച്ചതും രണ്ടാമത്തെ നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ കുറച്ച് ഈക്വൽ ആവുമോ? അല്ല. പക്ഷേ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്തിന് ഈക്വൽ ആണ്? x1 മൈനസ് x2 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണ്. കാരണം എന്താ? സ്ക്വയർ ചെയ്യുമ്പോൾ ആകെ നെഗറ്റീവിൻ്റെ വ്യത്യാസമല്ലേ ഉണ്ടാവുള്ളൂ തിരിച്ചിട്ടാൽ. ആ സ്ക്വയർ ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് പോവുകയും ചെയ്യൂലേ? അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പം ഈ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല സബ്ട്രാക്ഷനിൽ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ പിന്നെ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഇവിടെ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അത് നിനക്ക് പ്രൂവ് ചെയ്യാൻ ഈസിയാണ്. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് x1 മൈനസ് x2 എന്ന് എഴുതാം. എന്നിട്ട് ഹോൾ സ്ക്വയർ എന്ന് ഇടാം. മൈനസ് പറഞ്ഞാൽ -1 ആണ് അല്ലേ? -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? മൈനസ് എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു എന്ന് ചിന്തിക്കാമല്ലോ. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ. -1ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു x1 മൈനസ് x2 ഹോൾ സ്ക്വയർ. അതായത് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ള സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ ആലോചിച്ചാൽ മതി, നെഗറ്റീവിന് സ്ക്വയർ ചെയ്താൽ അത് പോസിറ്റീവായി പോകുമല്ലോ. അപ്പോൾ പിന്നെ ആ വ്യത്യാസം ഉണ്ടാവില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫോർമുല നിനക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും എഴുതാം, ഇങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? പിന്നെ ആ സ്ക്വയർ ഒഴിവാക്കുകയാണെങ്കിൽ പുറത്ത് റൂട്ടും വരും. അപ്പോൾ എന്തായാലും അതിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? 2 കോസ് സ്ക്വയർ തീറ്റ അങ്ങനെ കിട്ടും അല്ലേ? അത് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അത് കോസ് സ്ക്വയർ തീറ്റ 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള നമുക്ക് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് പിന്നെ ചിലത് വെട്ടിപ്പോവും അല്ലേ? വെട്ടിപ്പോവും. മൈനസും പ്ലസും ഉള്ള വെട്ടിയൊക്കെ പോകും. പിന്നെ അവസാനം നമുക്ക് 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് കിട്ടുക. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കോമൺ ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ, അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് കിട്ടും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ 2. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടി കഴിഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? √2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ അല്ലേ? എന്താ പ്ലസ് ഓർ മൈനസ് √2? ഡി ഒരിക്കലും ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല. അതുകൊണ്ടാണ് അവിടെ ഞാൻ സാധാരണ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്ന് ഇടേണ്ടതാണ്. ഇവിടെ എന്തുകൊണ്ട് ഞാൻ പ്ലസ് ഓർ മൈനസ് ഇടുന്നില്ല? നെഗറ്റീവ് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കനോട്ട് ബി നെഗറ്റീവ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകും. 7th ക്വസ്റ്റ്യൻ. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. 7th ക്വസ്റ്റ്യൻ.
perpendicular bisector of a line segment joining the points a1, 5 and 4 cut the y-axis at അല്ലേ? മിഡ് പോയിന്റ് അല്ലേ ചെയ്യാ? മിഡ് പോയിന്റ് തിയറം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ സെഗ്മെന്റ്. ഇത് ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എവിടെയും വരയ്ക്കാം, പക്ഷെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ തന്നെ വരയ്ക്കണം അല്ലേ? അപ്പോൾ ഇത് ജോയിനിങ് ദ പോയിന്റ്സ് എ കോമ എ എന്ന് പറഞ്ഞാൽ 1,5 അല്ലേ? പിന്നെ ബി എന്ന് പറഞ്ഞാൽ 4,6. ആ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ട് കട്ട് ദ വൈ ആക്സിസ് അറ്റ്. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വൈ ആക്സിസ്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ആവും ആ ലൈന് വരുന്നത്. 1 ശരിയാണ്, അതിന് സ്ലോപ്പൊക്കെ ഡിഫറെൻ്റ്, ഒരു സ്ലോപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ചെരിഞ്ഞ ലൈനാണ് 1,5 എന്ന് പറയുന്നതും 4,6 എന്ന് പറയുന്നതും. ഇങ്ങനെയാണ് വരിക 1,5 4,6. റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് നേരല്ല വരിക, ഇങ്ങനെ വരിക. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഈ സെൻറ്ററിലൂടെ ഇങ്ങനെ പോവുക അല്ലേ? അല്ലേടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വൈ ആക്സിസ് ഇവിടെ ഇങ്ങനെ കാത്തുക്കുണ്ടാവും അല്ലേ? വൈ ആക്സിസിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വൈ ആക്സിസ് എക്സ് ആക്സിസും വരയ്ക്കാൻ പറ്റുമല്ലോ നമുക്ക് ഇല്ലേ? ഇങ്ങനെ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. സ്വാഭാവികമായിട്ട് ഇത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലൈൻ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവിടെ മീറ്റ് ചെയ്യും അല്ലേ? ലേടോ? അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ സെഗ്മെന്റ്. ഇവിടെ ലൈൻ സെഗ്മെന്റ് ഏതാണ്? ആ ബ്ലൂ ലൈനാണ്. അതിൻ്റെ പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയാണ്. ബൈസെക്ടർ ആണെന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. അപ്പോൾ ഈ പോയിന്റ് കിട്ടും, മിഡ് പോയിന്റ് തിയറം അനുസരിച്ച് ഈ പോയിന്റ് കിട്ടും അല്ലേ? എന്താ പോയിന്റ് വരിക? 5/2 അല്ലേ? 5/2 11/2 5/2 11/2 അതാണ് ഈ പോയിന്റ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താണ്? അത് കട്ട്സ് ദ വൈ ആക്സിസ് അറ്റ്. ഈ വൈ ആക്സിസ് ഈ പോയിന്റാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പോയിന്റാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക്. അപ്പം അത് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അറിയോ ഈ സ്ലോപ്പ് ഓഫ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താ? ഒരു സ്ലോപ്പ് ഓഫ് എ ബൈസെക്ടർ എന്താണെന്നുള്ളത് അറിയോ? ഒരു സ്ലോപ്പും ഒരു ഗിവൺ ലൈനിൻ്റെ സ്ലോപ്പും അതിൻ്റെ ബൈസെക്ടറിൻ്റെ സ്ലോപ്പും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക അറിയോ? അങ്ങനെ എന്തോ ഒരു തിയറം പഠിച്ചിട്ടുണ്ടോ? ഒരു ഗിവൺ ലൈനിൻ്റെ സ്ലോപ്പ് അതിൻ്റെ ബൈസെക്ടറിൻ്റെ സ്ലോപ്പ് അതിൻ്റെ ബൈസെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ സ്ലോപ്പ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആ രണ്ട് സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക അറിയോ? -1 ആണ് കിട്ടുക. പെർപെൻഡിക്കുലറിലെ സ്ലോപ്പും ഒരു ഗിവൺ ലൈനിന്റെ സ്ലോപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്ലോപ്പ് ഓഫ് എ ലൈൻ മൾട്ടിപ്ലൈഡ് ബൈ dash equal to -1. Slope of a line is a measure of its steepness and direction. 20.
ഇത് വായിച്ച് നോക്കിയാൽ മതി. ഇഫ് ടു ലൈൻസ് പെർപെൻഡിക്കുലർ and neither is vertical, the product of their slope is -1. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്താണ്? -1 ആണ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ മൾട്ടിപ്ലൈഡ് ബൈ സ്ലോപ്പ് ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഈസ് ഈക്വൽ ടു -1. ഇത് നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ലൈൻ മൾട്ടിപ്ലൈഡ് ബൈ സ്ലോപ്പ് ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ഒരു ലൈനും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറെ ലൈനും തമ്മിലുള്ള ലൈനിൻ്റെ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ബൈസെക്ടർ ആവണമെന്നില്ല, പെർപെൻഡിക്കുലർ ആയാൽ മതി. രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിൻ്റെ സ്ലോപ്പുകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? -1 ആണ് കിട്ടുക. m1 × m2 = -1. അത് ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? വേർ m1 and m2 ആർ ദ സ്ലോപ്സ് ഓഫ് ടു ലൈൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, Yes. ആ ഐഡിയ ക്ലിയർ വേണോ? ആ ഐഡിയ ക്ലിയർ ആയിട്ട് ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. ഏത് ലൈനിൻ്റെ? ആ റെഡ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. എങ്ങനെ കിട്ടുക? ആ നീല ലൈനിൻ്റെ സ്ലോപ്പ് കാണുക. അപ്പോൾ എന്നിട്ട് മറ്റേ ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി? m2 എന്ന് പറഞ്ഞാൽ -1/m1 ആണ്. അപ്പോൾ നീല ലൈനിൻ്റെ സ്ലോപ്പ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ m2 കിട്ടും, റെഡ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. മനസ്സിലാവുണ്ടോ? Okay. അപ്പോൾ റെഡ് ലൈനിൻ്റെ സ്ലോപ്പും നമുക്കറിയാം, അതേപോലെ ആ റെഡ് ലൈനിലുള്ള ഒരു പോയിന്റും നമുക്കറിയാം. അപ്പോൾ ഒരു പോയിന്റും ഒരു സ്ലോപ്പും അറിയെങ്കിൽ അതിലുള്ള ഏത് പോയിന്റ് കണ്ടെത്താൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഒരു പോയിന്റും ഒരു സ്ലോപ്പും അറിയെങ്കിൽ നമുക്ക് അതിലുള്ള ഏത് പോയിന്റും നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം, എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല. ഇല്ല. ഒരു മിനിറ്റ്. എന്തായിരുന്നു പോയിന്റ്? ഏതൊക്കെയായിരുന്നു? 1,5 4,6. 4,6 അല്ലേ? വൺ കോമ ഫൈവും 1,5 ആൻഡ് 4,6. ഇതാണ് ആ ലൈന് അല്ലേ? ഈ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലാണ് ലൈൻ. ഇത് റഫായിട്ട് വരച്ചാട്ടോ, ഇങ്ങനെയല്ല ഉണ്ടാവുക, ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഐഡിയ നിനക്ക് ക്ലിയർ ആണല്ലോ എങ്ങനെയാ സംഭവം എന്നുള്ളത് അല്ലേ? ശരിക്കും അത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ആ ഒരു ധാരണ ഉണ്ടാവണം, എന്നാലേ ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ ശരിക്കും. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആവും, ബൈസെക്ടർ എന്നാൽ സെൻറ്റർ കൂടെ പോവുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റാണ് നമ്മളോട് ചോദിച്ചിട്ട് അല്ലേ? y ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം ഈ ഒരു പോയിന്റിന് മിഡ് പോയിന്റ് കാണാൻ പറ്റും അല്ലേ? മിഡ് പോയിന്റ് ഓഫ് ദി ഗിവൺ ലൈൻ, മിഡ് പോയിന്റ് ഓഫ് ഗിവൺ ലൈൻ എന്താണ്? 5/2 11/2. അത് രണ്ടും കൂട്ടിയിട്ട് എക്സ് കോർഡിനേറ്റ് കൂട്ടിയിട്ട് ബൈ 2 കൊടുക്കുക. അപ്പോൾ 5/2 കിട്ടും. വൈ കോർഡിനേറ്റ് രണ്ടും കൂട്ടിയിട്ട് പകുതിയിട്ട് 11/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. പിന്നെ therefore പിന്നെ ദിസ് ഈസ് ഈക്വൽ ടു എന്താവും? പോയിന്റ് ഓൺ ദി ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ.
ശരിയല്ലേ? ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടുള്ള ആ ലൈന് ഓൺ ദ ലൈൻ വിച്ച് ഈസ് perpendicular bisector of the given line. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അതിനുള്ള ഒരു പോയിന്റ് കിട്ടിയതാ. ഈ ഒരു പോയിന്റ് കിട്ടി. എന്താണ്? 5/2, 11/2. അത് മറ്റേ മഞ്ഞ ലൈനിൽ മാത്രമല്ല, റോസ് ലൈനിലും കൂടി ഒരു പോയിന്റാണ്. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലും കൂടി ഉള്ള ഒരു പോയിന്റാണ് കിട്ടി. ഇനി സ്ലോപ്പ് ഓഫ് ഗിവൺ ലൈൻ ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലേ? അപ്പോൾ 6 മൈനസ് 5 എന്താണ്? അതിന് നമുക്ക് m1 കൊടുക്കട്ടെ. ഞാൻ m1 കൊടുക്കാം. y2 മൈനസ് y1, 6 മൈനസ് 5 1 ആണ്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, 4 മൈനസ് 1 3, 1/3 ആണ്. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് എഴുതിയില്ല എന്നുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനെ 2 ആയിട്ട് എടുക്കുക. ഞാൻ ഇതിനെ 2 സെക്കൻഡ് പോയിന്റ്, ഇതിനെ ഫസ്റ്റ് പോയിന്റ് എടുത്തിട്ട് x2 മൈനസ് x1, y2 മൈനസ് y1 ചെയ്തു. ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ബൈസെക്ടർ ആവണമെന്നില്ല. പെർപെൻഡിക്കുലർ ആയാൽ തന്നെ എന്തായി? പിന്നെ m2 എന്ന് വിളിക്കുകയാണെങ്കിൽ എന്താവും? -1/m2 ആവും. അതായത് m1 ആവും. ആദ്യത്തേന് നെഗറ്റീവ് റെസിപ്രോക്കലാണ്. ഓക്കെ, കാരണം അതിൻ്റെ പ്രോഡക്റ്റ് -1 ആവും. അപ്പോൾ -1/1/3 അല്ലേ? -1 ഡിവൈഡ് ബൈ 1/3 ആണ്. -1 ഇൻറ്റു 3/1 വിച്ച് ഇസ് ഈക്വൽ ടു -3. -3 ആണ് സ്ലോപ്പ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഈ സ്ലോപ്പും കിട്ടി, ആ ഒരു പോയിന്റും കിട്ടി. സ്ലോപ്പും കിട്ടി, ആ പോയിന്റും കിട്ടി. അപ്പോൾ സ്ലോപ്പും കിട്ടി, പോയിന്റും കിട്ടിയെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ആ ലൈനിലെ ഏത് പോയിന്റും കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതെങ്ങനെ കണ്ടെത്താം? നിങ്ങൾ y = mx + c പഠിച്ചിട്ടില്ലേ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഇല്ലേ? കേട്ടിട്ടില്ല അങ്ങനെ. ഈ ഒരു ചാപ്റ്റർ ഇങ്ങനത്തെ കേട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതിനി സംഗതി എന്താ വെച്ചാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞ ആശയം അറിയുന്നവന് ഇനി എന്ത് ചെയ്യാം? അത് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സ്ലോപ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു പോയിന്റ്, ഇത് വേറൊരു പോയിന്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ടു സ്ലോപ്പ് കിട്ടിയാണല്ലോ. എന്നിട്ട് അതിന് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ y കോർഡിനേറ്റ് എന്താവും? എക്സ് കോർഡിനേറ്റ് 0 ആവും. y ഇന്റർസെപ്റ്റ് അല്ലേ? y ആക്സിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 0 ആവുമല്ലോ. അപ്പോൾ ഈ y സോൾവ് എടുക്കാൻ ഈ 0, y എന്നും ഈ പോയിന്റും കിട്ടിയാൽ മതി. അതിൻ്റെ സ്ലോപ്പ് കിട്ടിയതല്ലേ? മനസ്സിലാവുണ്ടോ? അപ്പം സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഗിവൺ പോയിന്റ്സ് 0, yയും ആൻഡ് 5/2, 11/2. ഇത് 0 എങ്ങനെ കിട്ടിയേ? ഈ എക്സ് എങ്ങനെ 0 കിട്ടിയ? y ആക്സിസിന് കട്ട് ചെയ്യാൻ y ആക്സിൽ ഏത് പോയിന്റിനും എക്സ് കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ടാണ് 0 എക്സ് ഇടാതെ. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ സ്ലോപ്പ്, ഈ രണ്ട് പോയിന്റിനും കണക്ട് ചെയ്യുന്ന ലൈൻ്റെ സ്ലോപ്പ് നമുക്ക് -3 എന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുക? നമുക്ക്
നമുക്ക് ഏതിന് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. y2 മൈനസ് y1 അല്ലേ? അപ്പോൾ ഈ y ആദ്യം വരാൻ ഞാൻ ഇതിനെ ഫസ്റ്റ് പോയിന്റ് ഇതിനെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ y മൈനസ് 11/2 ഡിവൈഡ് ബൈ പിന്നെന്താ 0 മൈനസ് 5/2. ഓക്കെ ആണോ? ഇനി സ്ലോപ്പ് എന്താ? -3 അല്ലേ? -3 is equal to 2y minus 11 all divided by 2. പിന്നെ 0 മൈനസ് 5/2 ആണ് -5/2. ഓക്കെ അല്ലേ? 2ഉം 2ഉം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2y മൈനസ് 11/-5 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി -5 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -5 ഇൻറ്റു -3 എന്താണ്? 15 ആണ്. അപ്പോൾ 15 ഈക്വൽ ടു 2y മൈനസ് 11 എന്ന് കിട്ടും. ഓക്കെ ആണോ? ചെയ്തത് ക്ലിയർ ആണോ? ഈ -5 അങ്ങോട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തെടുക്കുന്ന ആൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ -3 ഇൻറ്റു -5 അത് 15. അപ്പം 3 5 15 -5 പ്ലസ് അത് 15 കിട്ടും ഈക്വൽ ടു 2y മൈനസ് 11. അപ്പോൾ 2y എന്ന് പറഞ്ഞാൽ എന്താണ്? 15 പ്ലസ് 11. ഓക്കെ അല്ലേ? അപ്പോൾ 2y എന്ന് പറഞ്ഞാൽ എന്താണ്? 15ൽ 10 10 20 26 അല്ലേ വരുന്നത്? 26. അപ്പോൾ y ഈക്വൽ ടു എന്താണ്? 26/2 13. y ഈക്വൽ ടു 13 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ അപ്പം ദ റിക്വയർഡ് പോയിന്റ് ഏതാ? റിക്വയർഡ് പോയിന്റ് ഏതാ? 0,13. ഓക്കെ അല്ലേ? ഈ y കിട്ടി നമുക്ക് 13 ആണ്. ഐഡിയ ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ ആകെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ സ്ലോപ്പ് ഓഫ് എ പെർപെൻഡിക്കുലർ ലൈൻ ഈസ് അല്ലേ -1 മറ്റേ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ്, അല്ലെങ്കിൽ m1 ഇൻറ്റു m2 എന്ന് പറഞ്ഞാൽ എന്താ? -1 എന്നുള്ള ആശയമാണ് എടുത്തത്. ഓക്കെ ആണോ? എഴുതിയിട്ടുണ്ടായിരുന്നത്? ആ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യുക? സ്ലോപ്പിൻ്റെ ആശയം എന്ന് നമുക്ക് ഒരു ലൈനിലുള്ള ഒരു പോയിന്റും കിട്ടി, പിന്നെ അതിൻ്റെ സ്ലോപ്പ് കിട്ടിയാൽ പിന്നെ ഏത് പോയിന്റും കിട്ടും. എങ്ങനെ? ഈ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഏത് പോയിന്റിൻ്റെയോ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് അറിയണം കേട്ടോ. ഈ പോയിന്റ് ഈ ഒരു എക്സ് കോർഡിനേറ്റ് അറിയില്ല, അപ്പോൾ y കോർഡിനേറ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പരിപാടി. അങ്ങനെയാണ് ആ y കോർഡിനേറ്റ് കിട്ടിയത്. y കോർഡിനേറ്റ് കിട്ടിയപ്പോൾ ഈ പോയിന്റും കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ അടുത്ത് നോക്കിയപ്പോൾ 0,13 എന്നാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് ആക്കിയാലോ? ഇനി ബാക്കി 1 hour മതിയോ? എന്താ ഇയാളുടെ പരിപാടി? ഇരിക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എവിടെ വരെയാണ് ചർച്ച ചെയ്തത്? 7 ക്വസ്റ്റ്യൻ വരെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി നമുക്ക് ഈ ചോദ്യം ഉണ്ടല്ലോ, പിന്നെ നമുക്ക് സ്ലോപ്പ് -1 ആണ്. അപ്പോൾ ഇത് ഓരോ ഓപ്ഷൻ വെച്ചിട്ട് -1 ഏതാ കിട്ടുന്നത് നോക്കുക. അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ സ്ലോപ്പ് അല്ല -1 അല്ല -1 ഇതിൻ്റെ സ്ലോപ്പ് കാണാണ്ട് ഓരോ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. അതിനേക്കാൾ ഈ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തതാണ് എൻ്റെ ഒരു യൂഷ്വൽ വേ. പിന്നെ 8th ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഇതേപോലെ 4:30 തന്നെ വേണമെങ്കിൽ വെക്കാം. നാളെ എക്സാം ഉണ്ടോ? ഇല്ല, മറ്റന്നാളാ. അപ്പോൾ നാളെ രാവിലെ വെക്കാം. അതേ സമയത്ത് വെക്കാം അല്ലേ നമുക്ക്? ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഡൗട്ട് ഉള്ളത് ഈ സമയത്ത് എന്തെങ്കിലും വരുമ്പോൾ ഡൗട്ട് ഉള്ളതും ചോദിക്കാം. ഓക്കെ അല്ലേ? ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു സാർ.